ഇന്നത്തെ എൻ്റെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അടിപൊളി ബീഫ് റോസ്റ്റ് ആട്ടാ. നല്ല രസമുള്ള പൊറോട്ടയ്ക്കും നെയ്ച്ചോറിൽക്കും ദോശകൾക്കും ഒക്കെ പറ്റുന്ന ഒരു അടിപൊളി ബീഫ് റോസ്റ്റാണ്. എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ബീഫ് നന്നായി കഴുകി വൃത്തിയാക്കി എടുത്ത ശേഷം കുക്കറിൽ വെച്ച് ചൂടായതിന് ശേഷം കുക്കർക്ക് നല്ല വെളിച്ചെണ്ണ കുറേ ഒഴിച്ച് കൊടുക്കുക. കുറേ 2-3 സ്പൂൺ വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. എന്നുവെച്ചാൽ ഗ്രാമ്പ്, പട്ട, ഏലക്ക ഇതൊക്കെ നന്നായി ചൂടായി വരുമ്പോൾ അത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഇട്ടെടുത്ത് നന്നായി പൊട്ടിച്ച ശേഷം പിന്നെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. ചൂടായി 2 വലിയ സവാള ചെറിയ ചെറിയ പീസാക്കിയതിന് ശേഷം കട്ടില്ലാതെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. നന്നായിട്ട് വഴണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് കുക്കർ ഫിസൽ ഊരിയിട്ട് മൂടി വെക്കുക. അപ്പോൾ നന്നായിട്ട് വഴന്തോളും. അതിനുശേഷം മൂടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് നോക്കുക, അടി പിടിക്കാത്ത രീതിയിൽ. എന്നിട്ട് നന്നായിട്ട് ചുവപ്പ് കളറായി ഉള്ളി നന്നായി ചുവപ്പ് കളറായി എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മസാലകൾ അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുക. നന്നായി കണ്ട അത് നന്നായിട്ട് വഴറ്റണം. അതിനുശേഷം 1.5 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. എന്നുവെച്ചാൽ വീണ്ടും വഴറ്റുക തന്നെ, നന്നായിട്ട് വഴറ്റുക. ഈ വഴറ്റലിലാണ് നമ്മൾ ബീഫ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുക. നന്നായി ഒന്ന് ചൂടായി എന്നുള്ളത് കഴിഞ്ഞാൽ നല്ല മുരിയണം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മുരിഞ്ഞ് ഉള്ളിയൊക്കെ മുരിഞ്ഞ് പിന്നെ നമുക്ക് 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/4 സ്പൂണ് പെരിഞ്ചീരകം, 1/4 സ്പൂണ് കുരുമുളക് പൊടി ഇതൊക്കെ ഇട്ട് നന്നായിട്ട് വീണ്ടും മൂപ്പിക്കുക. ഈ മൂപ്പിക്കലാണ് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് കിട്ടുക. നന്നായി മസാലകൾ മൂത്തിട്ടണം. നന്നായി മസാല മൂത്തിട്ട് നമ്മൾ നല്ലൊരു മണം വരും. അപ്പം നമുക്ക് അറിയാം ഇത് മസാല മൂത്ത്. 2 തക്കാളി ചെറിയ കഷ്ണങ്ങളാക്കിയുള്ളത് അത് മുറിച്ചിട്ട് നന്നായി വഴറ്റുക. ഈ നമ്മൾ ഇളക്കി വഴറ്റലാണ് നമ്മളെ കറികളൊക്കെ ടേസ്റ്റ് കിട്ടുക. എന്നിട്ട് പിന്നെ കഴുകിയ ബീഫ് എടുത്തിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം കുറച്ച് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക. നിങ്ങൾ കണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ്, ലൈക്ക്, കമൻസൊക്കെ അറിയിക്കിട്ട. വെറുതെ കണ്ടുകൊണ്ട് കാണാത്തൊരു ലൈക്കും കമൻസും ഒന്നും തരാതെ പോലിട്ട സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. പിന്നെ നന്നായിട്ട് എന്നിട്ട് വേവിച്ചെടുക്കുക. നന്നായി വെന്ത് വരുമ്പോൾ അതിന് 5-6 ഫിസിലടിക്കുന്നവരെ കാത്തിക്കുക. അടിച്ച ശേഷം നന്നായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ നല്ല എണ്ണക്കട പൊന്തിക്കുന്ന കാണാം നമുക്ക്. അപ്പോൾ നന്നായി തൂകുമ്പോൾ നല്ല വന്നിട്ടുണ്ടാവും. എന്നതിന് ശേഷം പിന്നെ കുക്കറൊക്കെ ഫിസിലൊക്കെ അടിച്ച് നന്നായിട്ട് കറി ഉണ്ടല്ലേ, നന്നായിട്ട് എണ്ണയൊക്കെ പൊന്തി നിൽക്കണ്ടല്ലേ. എത്ര പോലെ ബീഫ് ഉണ്ടായിരുന്നു, ആ ബീഫൊക്കെ താന്നു പോയി വന്നിട്ട്. എന്നിട്ട് പിന്നെ പാത്രമൊക്കെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് ഇത്തിരി കരിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങ ഇതുണ്ടല്ലോ ചെറിയ ചെറിയ പീസാക്കി അത് ഇട്ട് കൊടുക്കുക. പിന്നെ അതിൻ്റെ മേലത്തിരി ആ മൂത്തുന്നുണ്ട് അതിനത്തിരി ഉലുവപ്പൊടി ഉണ്ടല്ലോ, 1/4 സ്പൂൺ ഉലുവപ്പൊടി, വറുത്ത ഉലുവപ്പൊടി അതിട്ട് കൊടുത്ത് മൂപ്പിക്കുക. മൂത്തുന്നുണ്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കരിവേപ്പില ഇട്ട് കൊടുക്കുക. ഈ നമ്മളെ ബീഫിൽ കൊട്ടി കൊടുക്കുക. തേങ്ങ മൂത്തുന്നുണ്ട്. നല്ല രസമുള്ളൊരു ബീഫ് റോസ്റ്റ് ചെയ്യുന്നത് ഈ രീതിയിലൊന്നും ഉണ്ടാക്കി നോക്കി. നല്ല ടേസ്റ്റ്. നെയ്ച്ചോറിനും പൊറോട്ടയ്ക്കും എല്ലാത്തിനും പറ്റുന്നൊരു ബീഫ് റോസ്റ്റാണ്.